മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ സ്കൂൾ ഓഫ് ഇൻ്റർനാഷണൽ റിലേഷൻസിലെ സെൻറ്റർ ഫോർ വെസ്റ്റ് ഏഷ്യൻ സ്റ്റഡീസിൻ്റെ ചെയർപേഴ്സണായ ഡോക്ടർ ബിജുലാൽ MV കൂടി ചേരുന്നുണ്ട്. ഡോക്ടർ ബിജുലാൽ MV ഏറ്റവും നിർണായകമായ ഒരു വാർത്തയിലേക്കാണ് ഇന്ന് ലോകം എഴുതി തുറക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇറാൻ്റെ സുപ്രീം ലീഡർ, ഇറാൻ്റെ പരമോന്നത നേതാവിനെ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തിയ ആക്രമണത്തിലൂടെ അവർക്ക് വധിക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. എല്ലാ അർത്ഥത്തിലും നിർണായകമാണ്. ഈ ഇരു പക്ഷത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് ഈ നീക്കം. എങ്ങനെയാണ് ഈ ഒരു സാഹചര്യം ഇനി തുടർന്നങ്ങോട്ട് ഈ ആക്രമണത്തെയും ഇതിൻ്റെ ഇറാൻ്റെ ഭാവിയെയും ഒക്കെ നിർണ്ണയിക്കുക? കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് വരെ ഉണ്ടാവാത്ത വളരെ സവിശേഷമായൊരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഏതാണ്ട് 4 പതിറ്റാണ്ടിലേറെ ഇറാനിയൻ രാഷ്ട്രീയത്തിലും ഇറാനിൻ്റെ ഒരു അന്താരാഷ്ട്ര ഒരു മുഖമായും അതുപോലെ തന്നെ ഇറാനിൻ്റെ സഖ്യ കക്ഷികൾക്കും രാഷ്ട്രീയപരമായിട്ടുള്ള എല്ലാ സാഹോദര്യങ്ങൾക്കും മുന്നിൽ നിന്ന് നയിച്ച ഒരു നേതാവാണ് ഇത്തരം ഒരു ആക്രമണത്തിലൂടെ കൊല്ലപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ ചില കുടുംബാംഗങ്ങളും ഉൾപ്പെടെ മരണപ്പെട്ടതായിട്ട് വാർത്തകൾ സ്ഥിരീകരിക്കുന്നു. ഇത് 2 കാര്യങ്ങളുണ്ട് ഇതിൽ. ഇന്നലെ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട യുണൈറ്റഡ് നേഷൻസിൻ്റെ ഒരു വേദിയിൽ അമേരിക്കയുടെ ഒരു നിലപാടെന്ന് പറയുന്നത് ഇറാനിനെ ഒരു ശക്തി ലഘൂകരിക്കുക, അതുപോലെ നാവിക സാന്നിധ്യത്തെ കുറയ്ക്കുക, അല്ലെങ്കിൽ അവരുടെ സഖ്യരാജ്യങ്ങളെ പ്രത്യേകിച്ച് ഇസ്രായേലിനെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള മിസൈൽ സാങ്കേതികവിദ്യ ഇല്ലാതാക്കുക, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇറാനിൻ്റെ ഇത്തരത്തിലുള്ള പ്രോക്സി എന്ന് പറയപ്പെടുന്ന സഖ്യ കക്ഷികളുടെ മേഖലയിലെ പ്രവർത്തനത്തെ നിർവീര്യമാക്കുക. ഈ 3 കാര്യങ്ങളാണ് ഒരുപക്ഷെ അന്താരാഷ്ട്ര ഒരു നയതന്ത്ര സമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നൊരു വിഷയം. പക്ഷേ ഈ ഒരു ഭരണത്തിൽ നിന്ന് മാറ്റുക, അല്ലെങ്കിൽ ഭരണകൂട സമ്പ്രദായം മാറ്റുക എന്ന് ഉദ്ദേശിച്ചുകൊണ്ടുള്ള സൈനിക ഇടപെടൽ എന്ന രീതിയിൽ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു പാറ്റേൺ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നടപടിക്രമത്തിൻ്റെ തുടർച്ച എന്നുള്ള രീതിയിൽ ഒരുപക്ഷെ തെക്കേ അമേരിക്കയിൽ നമ്മളിപ്പോൾ കണ്ടുവന്ന രീതിയിലും അതുപോലെയുള്ള രീതിയിലുള്ള അത്തരത്തിലുള്ള ഒരു നിലപാട് എടുക്കുകയും ഒരുപക്ഷെ വളരെ വളരെ പതിറ്റാണ്ടുകൾക്ക് ശേഷം അമേരിക്ക ഒരു സഖ്യകക്ഷി എന്നുള്ള രീതിയിൽ സജീവമായ ആക്രമണ സാഹചര്യം ഇസ്രായേലിന് ഏതാണ്ട് ഒരു തുല്യ പങ്കാളിത്തം കിട്ടുന്ന രീതിയിലുള്ള ഒരവസ്ഥയിലേക്ക് വന്നു ചേർന്നിരിക്കുകയാണ്. ഇത് നമ്മൾ കണ്ടതുപോലെ അറബ് രാജ്യങ്ങളിലെ പ്രധാന നഗരങ്ങളിലെല്ലാം ഇറാൻ നടത്തിയിരിക്കുന്ന ആക്രമണങ്ങൾ പല രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപക്ഷെ ഈ പറയുന്ന അവരുടെ എല്ലാം ശക്തമായിട്ടുള്ള ഏകോപിതവുമായിട്ടുള്ള എതിർപ്പ് ഇറാനെ രേഖപ്പെടുന്നുണ്ട്. അതേസമയം തന്നെ ഉദാഹരണത്തിന് ഒമാനെ പോലുള്ള രാജ്യങ്ങൾ അവർ പറയുന്നത് അമേരിക്ക ഇത് നിങ്ങളുടെ യുദ്ധമല്ല, അതിൽ നിന്നും അത്തരത്തിലുള്ള ഇടപെടലുകളിൽ നിന്ന് പിന്മാറണം. സൗദി അറേബ്യ പോലത്തെ രാജ്യങ്ങൾ വ്യക്തമായിട്ട് തന്നെ ഇറാനെ ആക്രമിക്കുന്നതിന് വേണ്ടി അവരുടെ സൗകര്യങ്ങൾ ഭൂപ്രദേശം വിട്ടുകൊടുക്കില്ല എന്ന രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തുന്നു. ഇതിൻ്റെ എല്ലാം ഇടയിലാണ് ഇത്തരത്തിലുള്ളൊരു സാഹചര്യം വന്നത്. ഏറ്റവും നിർണായകമായൊരു കാര്യം, ഇതിലെ ഏറ്റവും പ്രകോപനം സൃഷ്ടിച്ചു എന്ന് പറയപ്പെടുന്ന ആണവ ശക്തിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ 2015 ശേഷം ഉണ്ടായിരിക്കുന്ന വലിയ ഒരുപക്ഷെ അധികം ചർച്ച ചെയ്യപ്പെടാത്ത ഒരു വസ്തുതയാണ്. കഴിഞ്ഞ വർഷം മാർച്ച് മാസം ഇങ്ങോട്ട് ഏതാണ്ട് ഏപ്രിൽ മാസത്തിന് ശേഷം 60 ദിവസത്തെ ഒരു കാലയളവാണ് ഇറാന് ഇത്തരത്തിലുള്ള ഒരു സഖ്യത്തിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഉടമ്പടിയിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടി അമേരിക്ക കൊടുത്തിരുന്നത്. അപ്പോൾ അമേരിക്കയ്ക്ക് തന്നെ ഇത്തരത്തിലുള്ള ലോകത്തെ ആണവ നിർവ്യാപനം സംബന്ധിച്ചിട്ടുള്ള പരമാധികാരം വരുന്ന രീതിയിലുള്ളൊരവസ്ഥയാണ് ഉണ്ടായത്. പക്ഷേ ഈ 60 ദിവസം തീരുന്ന അതേ ദിവസം തന്നെയാണ് ഇസ്രായേൽ ഒരുപക്ഷെ ഇറാനെ ആക്രമിക്കുന്നുള്ളത് വളരെ സവിശേഷമായൊരു കാര്യമാണ്. അതിനുശേഷം തകർന്നു പോയിരിക്കുന്ന ചർച്ചകൾക്ക് ഒടുവിലാണ് ചർച്ചകൾ ഏതാണ്ട് സുഗമമായി മുന്നോട്ട് പോകുന്നു എന്ന് ഇതിൻ്റെ മധ്യസ്ഥർ തന്നെ പറയുന്ന ഒരവസ്ഥയിലാണ് വളരെ പെട്ടെന്ന് ഇത്തരത്തിലൊരു ആക്രമണം വരുന്നത്. ഇത് അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ വളരെ കാര്യമായ രീതിയിലുള്ള, അതായത് ഒരു തരത്തിലും ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തെ കടന്നാക്രമിക്കുക എന്ന രീതിയിലുള്ള
UN ചാർട്ടറിൻ്റെ തന്നെ ലംഘനമായിട്ട് നമുക്ക് വളരെ വിശദമായിട്ട് തന്നെ ഇതിനോടകം അത് സംസാരിക്കപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് ഡോക്ടർ ബിജുലാൽ എംവി, അതായത് ഒരു ബഹുധ്രുവ ലോകം എന്ന നിലയ്ക്ക് ഒരു തരത്തിലും വ്യാഖ്യാനിക്കാവുന്ന ഒരു സാഹചര്യം തൽക്കാലമില്ല. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും സവിശേഷമായ മറ്റൊരു തലത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നു എന്നുള്ള വസ്തുത കൂടിയുണ്ട്. കാരണം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കാലത്തുണ്ടാവാത്ത തരത്തിൽ രാഷ്ട്ര നേതാക്കളെ തന്നെ ആ രാജ്യത്ത് കടന്നു കയറി പിടിച്ചുകൊണ്ടു പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അങ്ങനെ ഇതിപ്പോൾ ആ നിലയ്ക്കുള്ള ഇടപെടലോ അന്താരാഷ്ട്ര വിലയിരുത്തലുകളോ ഒക്കെ നിലനിൽക്കുന്ന ഘട്ടമുണ്ടെങ്കിൽ തന്നെ അതൊന്നുമല്ല ഇപ്പോൾ വർക്കാവുന്നത് എന്നുള്ളൊരു വാസ്തവമുണ്ടല്ലോ. അങ്ങനെ നോക്കുമ്പോൾ ഇനി എന്തായിരിക്കും ഇറാനിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം? കാരണം ഒരു റെജീം ചേഞ്ചാണ് നേരിട്ട് ഈ അമേരിക്ക ആവശ്യപ്പെടുന്നത്, അമേരിക്ക ആഗ്രഹിക്കുന്നത്, ഇസ്രായേൽ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണ് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റു പല ലക്ഷ്യങ്ങളും ഉണ്ടാകാം, പക്ഷേ പ്രഖ്യാപിത ലക്ഷ്യം അതാണ് എന്ന് പറയുന്നു. അപ്പുറത്ത് ഇറാൻ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടല്ലോ. കാരണം ഈ ഖാംനെയുടെ മരണത്തോടെ പ്രതികരിക്കുന്നത് ഇമാം അലിയെ പോലെ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുന്നു എന്നാണ് പ്രതികരിക്കുന്നത്. അപ്പോൾ വൈകാരികമായി തന്നെയാണ് ആ വിഷയത്തെ അവർ ഏറ്റെടുക്കുന്നത്. ശക്തമായ തിരിച്ചടിക്ക് തന്നെയാണ് തയ്യാറെടുക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും ഇനി സംഭവിക്കാൻ സാധ്യതയുള്ളത്? ഒരുപക്ഷെ ലോകത്തിലെ ഇത്തരത്തിലുള്ള വാർത്താ പ്രചരണ രീതിയിലും ഒരു ഇറാനിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു സഖ്യകക്ഷി സംഘമുണ്ടെന്നും അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള വേറൊരു സംഘമുണ്ടെന്നുള്ള ഒരു പ്രതീതി ഉളവാക്കുന്ന രീതിയിലുള്ള വ്യാപകമായിട്ടുള്ള ഒരു വാർത്താ പ്രചരണ രീതിയാണ് നമ്മൾ കാണുന്നത്. വാസ്തവത്തിൽ രണ്ട് ആണവ സന്നദ്ധ രാജ്യങ്ങളും ആണവശേഷിയില്ലാത്ത ഒരു രാജ്യം നേരിടുന്ന വളരെ ശിഥിലമായ ദേശരാഷ്ട്രങ്ങളുടെ പോലും പങ്കാളിത്തമില്ലാത്ത ചില സംഘടനകളുമായിട്ടുള്ള ഇത്തരത്തിലുള്ളൊരു കൂട്ടുകെട്ടിനെ വളരെ സജീവമായിട്ടുള്ള ഒരു രണ്ടാം ലോക മഹായുദ്ധത്തിൽ കാണുന്ന പോലെ അത്തരത്തിലുള്ള ആക്സിസും അല്ലെങ്കിൽ അലയൻസ് അലൈഡ് എന്ന് പറയുന്ന രീതിയിലൊക്കെയുള്ള ഒരു പ്രതീതി ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നത് വളരെ തെറ്റായ ഒരു രീതിയാണ്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൻ്റെ ഒരു കഴിവ് എന്തുമാത്രം ആയുധശക്തി ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നേടാൻ സാധിക്കുമെന്നുള്ളതിൻ്റെ പൂർണ്ണമായൊരു തെളിവ് തന്നെയാണ് നമ്മൾ കാണുന്നത്. എത്രമാത്രം സമാധാനപ്രിയരായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ പോലും ഒരു സായുധ ആക്രമണത്തിൻ്റെ ഒരു രാജ്യത്തിൽ എത്രമാത്രം അതിൻ്റെ ഉള്ളിൽ എത്രമാത്രം തരത്തിലുള്ള ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ഒരുപക്ഷെ ഇറാനിയൻ ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ നേരിടേണ്ടി വന്നിട്ടുള്ള നിരവധി തരത്തിലുള്ള ആന്തരികവും അല്ലാത്തതുമായ സമരങ്ങളുടെ ഒരു പശ്ചാത്തലത്തിലും ഇറാനിലെ ഖമീനി വിരുദ്ധ അല്ലെങ്കിൽ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന് വിരുദ്ധമായിട്ടുള്ള ഒരു ജനവികാരം ഉയർന്നു വന്ന ഒരു സാഹചര്യത്തെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഭരണകൂടത്തെ സൃഷ്ടിക്കാനായിട്ട് ഉള്ള ശ്രമം നടത്തിയെന്നുള്ളതാണെങ്കിൽ പോലും താങ്കൾ പറഞ്ഞതുപോലെ ഈ വൈകാരികമെന്ന് പറയുന്നതിനേക്കാൾ വളരെ രാഷ്ട്രീയപരമായിട്ട് പ്രാധാന്യമുള്ള ഒരു രീതിയിലാണ് ഇമാം ഖമീനിയെ പോലെ അല്ലെങ്കിൽ ഒരു ഷിയ വിശ്വാസത്തിനകത്ത് ഇമാം എന്ന് പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ്. ഇമാം ഖമീനിയുടെ വരവ് തന്നെ അത്തരത്തിലുള്ളൊരു കാര്യമായിരുന്നു. ഇത് ഒരു ഇറാനിനുള്ളിലെ ശിഥിലമായിട്ടുള്ള പല ന്യൂട്രലായിട്ടുള്ള പല ശക്തികളെയും ഭരണകൂടവുമായിട്ടും ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ രീതികളുമായിട്ട് ചേർത്ത് നിർത്താൻ സഹായിക്കുകയും ഒരുപക്ഷെ ഇസ്രായേൽ അമേരിക്കൻ പക്ഷപാതികളുടെ ഇത് ഒരു ഇറാനിനുള്ളിലെ പ്രവർത്തനവുമായിട്ട് നേരിട്ടുള്ളൊരു സംഘർഷത്തിലേക്ക് വരാനുള്ളൊരു സാധ്യത ഒരുപക്ഷെ വളരെ സജീവമാണ്. അതുകൊണ്ട് അതിനൊപ്പം തന്നെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇസ്രായേലിലെ കാര്യങ്ങളെപ്പറ്റി നമുക്ക് വ്യക്തതയില്ലെങ്കിൽ പോലും അമേരിക്കയിലെ പൊതുജനാഭിപ്രായം വളരെയധികം വിഭജിതമാണ്. ഒരുപക്ഷെ വളരെ നിർണായകമായിട്ടുള്ള ചില രാഷ്ട്രീയ നീക്കങ്ങൾ അമേരിക്കയിലും നടക്കുന്നുണ്ട്. ട്രംപിൻ്റെ തന്നെ സഖ്യ കക്ഷികളോ അല്ലെങ്കിൽ ഒരുമിച്ച് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ തരത്തിലുള്ള അലയൻസിൻ്റെ ആളുകൾ പോലും വളരെ പരസ്യമായിട്ട് തന്നെ ഇതിനെ വിമർശിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാണേണ്ടത് ഈ ഏതാണ്ട് സദ്ദാം ഹുസൈനെ നീക്കം ചെയ്യുന്ന രീതിയിലുള്ള ഒരു മിലിറ്ററി ബിൽഡപ്പിന് അമേരിക്കയിൽ ഏതാണ്ട് 70% ആളുകളുടെ ഒരു പിന്തുണ ഉള്ളതായിട്ട് പറയപ്പെടുന്നുണ്ടെങ്കിൽ ഈ ഇറാനെതിരായിട്ടുള്ളൊരു നീക്കത്തിൻ്റെ അതിനുവേണ്ടിയുള്ളൊരു അമേരിക്കൻ ജനതയുടെ പിന്തുണ വെച്ചാൽ കേവലം 25% താഴെ മാത്രമാണെന്നുള്ളത് വളരെ നിർണായകമായൊരു കാര്യം. ഇതൊക്കെ ഈ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് നമുക്ക് അറിയാവുന്ന ചില വസ്തുതകളാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, ഇറാനിലെ ഭരണകൂടം ഇത്തരത്തിൽ ഇസ്ലാമിക ഭരണകൂടം ഒരുപക്ഷെ നിർവീര്യമാകുന്നതിൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു പ്രയോജനമെന്നോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു തരത്തിലുള്ളൊരു കാര്യമോ അറബ് രാജ്യങ്ങൾ കൂടി വളരെയധികം ബാധിക്കുന്നൊരു കാര്യമാണ്.
പെട്ടെന്ന് തന്നെ ഒരു GCC രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു ഐക്യം നമുക്ക് വളരെ പെട്ടെന്ന് കാണാൻ പറ്റുന്നുണ്ട്. അത് ഒരുപക്ഷെ കഴിഞ്ഞ ഒരു 5 കൊല്ലമായിട്ട് അവർക്കിടയിലുള്ള നിരവധി ആഭ്യന്തര സംഘർഷങ്ങൾക്കിടയിൽ ഒരുമിച്ച് വരാനുള്ളൊരു കാരണമായി ഇറാൻ്റെ നേരെയുള്ള ആക്രമണം ഉണ്ടായിട്ടുള്ളത് ശരിയാണെങ്കിൽ കൂടി എങ്ങനെയാണ് ഈ പറയുന്ന അവിടുത്തെ ആഭ്യന്തര സ്വതന്ത്ര വ്യക്തികൾ പൊതുരംഗത്ത് തെരുവുകളിൽ എങ്ങനെ പ്രതിഷേധിക്കും, എങ്ങനെ ഒരു പൊതുരാഷ്ട്രീയം അവിടെ രൂപപ്പെടും എന്നുള്ളത് വളരെ ആശങ്കയോടുകൂടി നോക്കിക്കാണേണ്ട ഒരു കാര്യമാണ്. കാരണം ഷിയ വിപ്ലവത്തിൻ്റേതായിട്ടുള്ള പലതരത്തിലുള്ള അതിൻ്റെ എക്സ്പോർട്ട് ഓഫ് റവല്യൂഷൻ പോലുള്ള ഒരുപാട് കാര്യങ്ങൾ 1980-കൾ നടന്നു വരുന്ന ഒരു മേഖല കൂടിയാണിത്. വളരെയധികം ഒരു സ്വതന്ത്ര ചിന്താഗതിയുള്ള അല്ലെങ്കിൽ ഇസ്ലാമിക പക്ഷങ്ങളെ പോലും മാറ്റി നിർത്തുന്ന രീതിയിലുള്ള ഭരണകൂട സംവിധാനങ്ങൾ വളരെ ശക്തമായ രാജ്യങ്ങളാണ് ഈ പറയുന്ന 6 ഒരു രാജവാഴ്ച സമ്പ്രദായമുള്ള രാജ്യങ്ങൾ. അവരുടെ പൊതുജീവിതത്തിലും രാഷ്ട്രീയ ജീവിതത്തിലും തന്നെ വളരെ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഒരു കാര്യം ഈ രാജ്യങ്ങൾ താങ്കളിപ്പോൾ പറഞ്ഞു വന്നതിനോട് ചേർത്ത് വായിച്ചാൽ നേരത്തെ തന്നെ വളരെ ഏതാണ്ട് 79-ലെ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇങ്ങോട്ട് വളരെ കൃത്യമായി ആസൂത്രിതമായി തന്നെ ഷിയ സുന്നി ആ വേർതിരിവിനെ നിലനിർത്തിക്കൊണ്ടു പോകാനുള്ള ശ്രമം കൃത്യമായി അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ആസൂത്രിതമായ ശ്രമം. ആ ശ്രമത്തെ കുറെ കൂടി ശക്തിപ്പെടുത്തുന്ന തരത്തിലുള്ള നീക്കങ്ങൾ ഈ സമയത്തുണ്ടാവുന്നുമുണ്ട്. ഈ ആക്രമണത്തിൻ്റെ സ്വഭാവം തന്നെ ആ നിലയ്ക്ക് ഡിസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നു. കാര്യം ഈ അമേരിക്കൻ ക്യാമ്പുകളെയാണ് ഇറാൻ ആക്രമിച്ചതെങ്കിലും അതെല്ലാം ഈ പറയുന്ന സുന്നി രാജ്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങളായി വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. പാശ്ചാത്യ മാധ്യമങ്ങൾ ആ നിലയ്ക്ക് തന്നെ അതിനെ ഡിസൈൻ ചെയ്ത് അവതരിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം എന്ത് സൂചനകളാണ് നൽകുന്നത്? അതോടൊപ്പം ചേർത്ത് പറയേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഈ ഇറാഖിലെ മിലീഷ്യകൾ, ഒപ്പം ഈ ഹൂത്തി ഹിസ്ബുള്ള ഗ്രൂപ്പുകൾ, ഇവരെല്ലാം ഇറാൻ്റെ പിന്തുണയോടെ പ്രവർത്തിച്ച് വന്ന ഗ്രൂപ്പുകളാണ്. അവരുടെയൊക്കെ നിലനിൽപ്പ് അല്ലെങ്കിൽ അവരുടെ സ്വഭാവം, അവരുടെ സാമ്പത്തിക സ്രോതസ്സ്, അവരുടെ ആക്രമണ ലക്ഷ്യങ്ങൾ, ഇതിലൊക്കെ എന്ത് മാറ്റം ഉണ്ടാവും? ഈ 2 കാര്യങ്ങൾ കൂടി പറഞ്ഞാൽ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ സൂചിപ്പിച്ചത്. കാരണം അമേരിക്കൻ ട്രംപ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇമ്മിനൻറ്റ് ത്രെറ്റ് ടു US സിറ്റിസൺസ്. അപ്പോൾ അതൊരു വളരെ പെട്ടെന്ന് ഇപ്പോൾ തന്നെ സംഭവിക്കാൻ പോകുന്ന രീതിയിലുള്ളൊരു ഭീഷണി അമേരിക്കൻ ആളുകൾക്ക് എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, അമേരിക്കയുടെ മിക്കവാറും മിലിറ്ററി ബേസുകളിൽ നിന്നുള്ള ആളുകളെല്ലാം ഒഴിപ്പിക്കുന്നു. ആൾനാശം കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും അവർ ചെയ്യുന്നു. അതേസമയം നമ്മൾ കാണേണ്ട ഒരു കാര്യം, അമേരിക്ക എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ സാന്നിധ്യം എന്ന രീതിയിലേക്ക് വായിക്കേണ്ടി വരുന്നു. കാരണം ഈ ഏതെല്ലാം അമേരിക്കൻ സങ്കേതങ്ങളിൽ നിന്നാണോ ഇറാനെതിരായിട്ടുള്ള ഇറാനെ തവിടുപൊടിയാക്കുന്ന ഒരു ആക്രമണം വരാൻ സാധ്യതയുണ്ട്, അതിനെതിരെയുള്ള ഒരു പ്രീഎംറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ മുൻകൂട്ടിയുള്ള ഒരു ആക്രമണമായിട്ട് ഇറാനെ അത് വ്യാഖ്യാനിക്കാം. അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ യുദ്ധ നിയമങ്ങളിൽ പറയുന്നത് പോലെ തന്നെ ഒരു പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ളൊരു റെസ്പോൺസ് കൊടുത്തു എന്ന് ഇറാന് താത്വികമായിട്ട് അവകാശപ്പെടാം. അതിനെ എല്ലാവരും നിരാകരിച്ചിട്ടുണ്ടെങ്കിൽ പോലും തങ്ങളുടെ സുരക്ഷയെ എതിർക്കുന്ന സൈനിക ലക്ഷ്യങ്ങളെ എതിർക്കുക എന്നുള്ളൊരു കാര്യം അവർ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ അറബ് രാജ്യങ്ങൾ വളരെ വ്യക്തമായ രീതിയിലൊരു പ്രതിസന്ധിയിലാണ്. കാരണം തങ്ങളുടെ രാജ്യങ്ങൾ വിട്ടുകൊടുത്തതിന് ശേഷം അമേരിക്കൻ ഒരു പ്രസിഡൻറ്റിൻ്റെ തന്നെ ഏതാണ്ട് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള വളരെ നിർണായകമായിട്ട് പ്രസിഡൻറ്റിൻ്റെ ഭാഷ തന്നെ വളരെ ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചും ഒരു ഖമീനിയെ കേന്ദ്രീകരിച്ചും അങ്ങനെ വളരെ ഒട്ടും നയതന്ത്രപരമല്ലാത്ത രീതിയിൽ ഒരു യുദ്ധ സംസാര ഭാഷയുള്ള 2 രാജ്യങ്ങൾക്ക് തങ്ങളുടെ സ്ഥലങ്ങൾ എന്തോ വിട്ടുകൊടുത്തു എന്നുള്ള രീതിയിലുള്ള ഒരു കാര്യം ഒരുപക്ഷെ പുനഃപരിശോധിക്കേണ്ടി വരുന്ന കാര്യമായിരിക്കാം. ഒരുപക്ഷെ നമുക്കിതെല്ലാം കാണാൻ പറ്റും. ഈ പറയുന്ന ഒരു എക്സ്ട്രാ ടെറിട്ടോറിയൽ റൈറ്റ്സ് എന്ന് പറഞ്ഞ് ഇറാനിലും അത് പണ്ടുണ്ടായിരുന്നു. അമേരിക്കൻ പട്ടാളക്കാർക്ക് എന്തും കാണിക്കാനുള്ള അവകാശം 1970-കളിൽ ഇറാനിലുണ്ടായിരുന്നു എന്ന് നമ്മൾ മറന്നുകൂടാ. അത് ഇത്തരത്തിലുള്ളൊരു സാഹചര്യം ഒരുപക്ഷെ എങ്ങനെ ഗൾഫ് രാജ്യങ്ങളിലെ പൊതുജനങ്ങൾക്ക് രാഷ്ട്രീയ പാഠമായി മാറിയേക്കാം. ഇതൊക്കെ നമ്മൾ സൂക്ഷ്മമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഈ അവസരത്തിൽ ഈ വലിയ ഒരു ആൾനാശം ഒഴിവാക്കാനുള്ള ഐക്യരാഷ്ട്രസഭയുടെ തരത്തിലുള്ള ഒരു നീക്കങ്ങളെ പരമാവധി പിന്തുണയ്ക്കുന്ന പൊതു നിലപാടുകളാണ് എല്ലാവരും എടുക്കേണ്ടതെന്നുള്ള ഒരു അഭിപ്രായം കൂടി ഞാനിപ്പോൾ പങ്കുവയ്ക്കുകയാണ്. ഈ റെജീം ചേഞ്ച് ആണല്ലോ അമേരിക്കയും ഇസ്രയേലും ആഗ്രഹിക്കുന്നത്. ആ റെജീം ചേഞ്ചിലേക്ക് പോകാനുള്ള സാധ്യത ഇപ്പോൾ എത്രത്തോളമാണ്? എന്തായിരിക്കും ഇറാനിൽ ഇനി സംഭവിക്കുക?
നമ്മൾ മനസ്സിലാക്കുന്നത് അമേരിക്കയ്ക്ക് താല്പര്യം ഉള്ള റേസ ഷാ പഹലവിയുടെ മകനായിട്ടുള്ള ഒരാൾ, ഇസ്രായേലുമായിട്ട് നിരന്തരമായിട്ടുള്ള ബന്ധം പുലർത്തുന്ന ആൾ, അദ്ദേഹത്തിനെ ഒരു രാഷ്ട്രീയ നേതാവായിട്ട് ഇറാനിൽ കൊണ്ടുവരിക എന്നുള്ളത് ഏതാണ്ട് അസംഭവ്യമായിട്ടുള്ള കാര്യമായിട്ടാണ് പറയുന്നത്. അതേസമയം യുവാക്കളടക്കമുള്ള ഒരു ഇറാനിലെ പൊതുരംഗത്ത് നടക്കുന്ന സമരങ്ങൾ വളരെ സജീവവും വളരെ വലുതും നീണ്ടു നിൽക്കുന്നതും ആയിട്ടുള്ള സമരങ്ങളാണ്. ഈ സമരങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന ആളുകൾ ഈ പ്രത്യേകിച്ചും ഖമീനിയുടെ മരണത്തിന് ഉടൻ തന്നെ ഇത്തരത്തിലുള്ള ഒരു ഭരണമാറ്റത്തിന് വേണ്ടിയുള്ള ആന്തരിക നീക്കം നടത്തുന്ന സാഹചര്യത്തിൽ അത് ഒരുപക്ഷെ സുസംഘടിതമായ ഒരു സായുധ ബലമുള്ള ഇസ്ലാമിക റിപ്പബ്ലിക്കിൻ്റെ വീണ്ടുമുള്ള ഒരു അടിച്ചമർത്തലിലേക്ക് നീങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ വേറൊരു രീതിയിലുള്ള ഇടപെടലിലൂടെ ഇതൊരു ബഹുരാഷ്ട്ര താല്പര്യമുള്ള ഒരു ഇത്തരത്തിലുള്ളൊരു കാര്യമായി മാറ്റിക്കൊണ്ട് ഇറാനിൻ്റെ ഇസ്ലാമിക ഭരണരീതിയിലുള്ള ഒരു സമ്പ്രദായത്തെ മാറ്റിവെക്കേണ്ടത് ഏതാണ്ട് ഒരുപക്ഷെ മേഖലയിലെ മറ്റ് അരബ് രാജ്യങ്ങളുടെ കൂടി ആവശ്യമാകുന്ന ഒരു സാഹചര്യം സംജാതമായേക്കാം. അത്തരം ഒരു രാഷ്ട്രീയം വിജയം കണ്ടാൽ അതിന് ഒരുപാട് സമയമെടുക്കാനൊരു സാധ്യതയുണ്ട്. പക്ഷേ അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇറാനിയൻ പൊതുജീവിതവും അവിടുത്തെ സാമ്പത്തിക വ്യവസ്ഥയും കൂടുതൽ തകർക്കുന്ന ഒരവസ്ഥയിലേക്കും ഇറാനെ ഒരു തവിടുപൊടിയാക്കുന്ന രീതിയിലുള്ള ഒരു ഉദ്യമം നടത്താനുള്ള ഒരു അത്തരത്തിലുള്ള ഒരു സാധ്യതയും അവിടെ കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇറാനിയൻ പൊതുജനങ്ങളുടെ പ്രതിഷേധത്തിൻ്റെ രീതി ഒരുപക്ഷെ വളരെ സജീവമായ അമേരിക്കൻ വിരോധം 1970-കളിൽ ഇറാനിയൻ റവല്യൂഷന് ഏതാണ്ട് മുമ്പ് തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ മൂല്യമുള്ള ഒരു വെറും സിംബോളിക്കായിട്ടുള്ള ഒരു കാര്യമല്ലത്. ഇറാനിൻ്റെ പൊതുരാഷ്ട്രീയത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഘടകം എന്ന് പറയുന്നത് അമേരിക്കയ്ക്കെതിരായിട്ടുള്ള ഒരു നിലപാട് തന്നെയാണ്. അത്തരത്തിലുള്ള നിലപാടിൻ്റെ രാഷ്ട്രീയത്തിന് വളരെയധികം ശക്തിയുള്ള ഒരു സാഹചര്യമായിരിക്കും ഒരുപക്ഷെ വരാൻ പോവുക എന്ന് തന്നെയാണ് എൻ്റെ നിരീക്ഷണം. നന്ദി ഡോക്ടർ ബിജുലാൽ ഈ ഘട്ടത്തിൽ ഇത്രയും കാര്യങ്ങൾ വിശദമായി പങ്കുവച്ചതിന്.